ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 ഓഗസ്റ്റ് 28 ബുധനാഴ്ചയാണ്. ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. മറ്റ് വിശേഷങ്ങൾ അതിനോടൊപ്പം നോക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ 220 പോയിന്റിൻ്റെ ഒരു സ്പൈക്ക്, അതും ലോവർ സൈഡിലേക്ക് 25,000 മുകളിൽ മാർക്കറ്റ് ഓപ്പണായി 24,799 വരെ അത് ഒരു സ്പൈക്ക് ഇറങ്ങിപ്പോയതായിട്ട്, ഫസ്റ്റ് ക്യാൻഡിലിൽ ഇറങ്ങിപ്പോയതായിട്ട് ഒരു സ്പൈക്ക് വന്നിട്ടുണ്ട് ഗിഫ്റ്റ് നിഫ്റ്റിയിൽ. സോ ഇന്ത്യൻ മാർക്കറ്റിൽ എങ്ങനെ വരും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ ഇന്ന് ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇന്നലെ ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ PNC ഇൻഫ്രാടെക്, സൈദസ് ലൈഫ്, NBCC, ഓഫീസ് സ്പേസ്, വോഡാഫോൺ ഐഡിയ, UPL ഇൻ ഫോക്കസ്. ഓക്കെ, ഇത്രയും സ്റ്റോക്കുകളാണ്. വോഡാഫോണിൻ്റെത് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ്. സോ അത് നല്ല രീതിയിൽ മുകളിലോട്ട് കയറി പോകാൻ സാധ്യതയുണ്ട്. കാരണം ഗവൺമെൻറ് വോഡാഫോൺ ഐഡിയക്കെതിരെയുള്ള ആക്ഷൻസ് ഡിലേ ചെയ്യുന്നോ അങ്ങനെ എന്തോ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. സോ അത് ഐഡിയയെ സംബന്ധിച്ചിടത്തോളം അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ NSEയുടെ IPO വരുന്നു. നമ്മളെല്ലാവരും ട്രേഡ് ചെയ്യുന്നതാണ് NSEയിൽ. അതിൻ്റെ IPO അവർ NOC, സെബിക്ക് ഒരു NOC റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ NOC കിട്ടിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് NSEയുടെ IPO മാർക്കറ്റിൽ എത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു IPO തന്നെ ആയിരിക്കും അത് എന്നാണ് ഞാൻ കരുതുന്നത്. ദെൻ ഹിൻഡൻബർഗ് ഇന്ത്യയിൽ നിന്ന് വിട്ടിട്ട് ഇപ്പം US തന്നെ തിരിച്ച് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. അവിടെ ഒരു സൂപ്പർ മൈക്രോ എന്നൊരു കമ്പനിയിലാണ് ഇപ്പോൾ അവർ അതിൻ്റെ റിപ്പോർട്ട് കൊണ്ടുവന്നിട്ടുള്ള 3 മാസത്തെ അന്വേഷണ റിപ്പോർട്ട് എന്ന രീതിയിലാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. നെസ്ഡാക്കിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് മാൻ കാശ് തിരിമറി നടത്തിയതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അവിടെ അതൊരു ഭയങ്കര പ്രശ്നമാവും. നമ്മൾ ഇവിടുത്തെ പോലെ അല്ല. അവിടെ ആ സ്റ്റോക്കും മാർക്കറ്റൊക്കെ എന്തൊക്കെയോ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. ദെൻ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോവുകയാണെങ്കിൽ US മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തത് ഗ്രീനിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. അതേസമയത്ത് ഏഷ്യൻ മാർക്കറ്റ് കംപ്ലീറ്റ്ലി റെഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യൻ അല്ലെങ്കിൽ മറ്റ് മാർക്കറ്റുകൾ. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 25,012 ഇന്ന് ഓപ്പൺ ആയത് 25,037. ഏകദേശം 25 പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് വന്നത്. അതേസമയത്ത് കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 25,002. അതായത് 35 പോയിന്റ് താഴെയായിട്ടാണ് ട്രേഡിംഗ് നടക്കുന്നത്. ഇന്നലത്തെ ഓപ്പണിങ്ങിൻ്റെയും താഴെയാണ്. സോ ഇതിൽ ഞാൻ പറഞ്ഞൊരു സംഭവം 24,799 വരെയും മാർക്കറ്റ് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഏകദേശം 220 പോയിന്റോളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നോർമലി ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഇങ്ങനെ കണ്ടുവരാത്തതാണ്. സോ അതെന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഒരു കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ്. ദെൻ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ USA API ക്രൂഡ് ഓയിൽ സ്റ്റോക്ക് ചേഞ്ച്, ജപ്പാൻ കോയിൻസിഡൻറ്റ് ഇൻഡെക്സ് ഫൈനൽ, ഫ്രാൻസ് കൺസ്യൂമർ കോൺഫറൻസ്, ഓസ്ട്രേലിയ മന്ത്ലി CPI ഇൻഡിക്കേറ്റർ. ഇത്രയും ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളൊന്നും തന്നെ ഇന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ദെൻ F&O ബാനിൽ വന്നിരിക്കുന്നത് ബാൽറാം ചിനി മിൽസ്, ബി സോഫ്റ്റ്, ഹിന്ദ് കോപ്പർ, ഇന്ത്യ സിമെന്റ്. ഇത്രയും സ്റ്റോക്കുകളാണ് F&O ബാനിൽ വന്നിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെയും നെറ്റ് ബയർ ആയിരുന്നു. 1,503 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഇന്നലെ കാഴ്ചവെച്ചത്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. മൊത്തത്തിൽ ഇന്നലെ 899 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് മാർക്കറ്റിൽ നടന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതുവരെ ഈ മാസത്തിൽ 30,770 കോടിയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 48,472 കോടിയുടെ ബൈയിങ് ആണ് ചെയ്തത്. മൊത്തത്തിൽ അങ്ങനെ 17,701 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് ഈ മാസത്തിൽ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. ദെൻ ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. നിഫ്റ്റി ഇന്നലത്തെ ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഓപ്പൺ ആയത് 25,025 7 പോയിന്റ് നഷ്ടത്തിൽ 25,018 ക്ലോസ് ചെയ്തു. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വന്ന് ടച്ച് ചെയ്തിട്ട് അവിടുന്ന് റിജക്ഷനാണ് വന്നിട്ടുള്ളത്. സോ അത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമോ ഇല്ലയോ എന്നുള്ളതാണ്. 25,521 ഈ മാസം എത്തേണ്ട ടാർഗറ്റ്. ഇനി 2-3 ദിവസം മാത്രമേ ഉള്ളൂ. സോ അത് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇനി നിഫ്റ്റിയിൽ 5 ദിവസം കൊണ്ട് 381 പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് ഉണ്ടായിരിക്കുന്നത്. ഓഗസ്റ്റ് മാസത്തിൽ കേവലം 13 പോയിന്റിന്റെ നഷ്ടമാണ് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ നിഫ്റ്റിയിൽ നോർമൽ CPR ആയിരുന്നു, അതേപോലെ വിർജിൻ CPR ആയിരുന്നു. പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ന്
നാരോ സി പി ആർ ആണ്. സ്വാഭാവികമായിട്ട് നാരോ സി പി ആറിൻ്റെ ഒരു ഗുണം നമുക്ക് കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം നല്ല രീതിയിലുള്ള ഒരു വൊളാറ്റൈൽ മാർക്കറ്റ് അല്ലെങ്കിൽ അപ്പ് ഡൗൺ മൂവ്മെൻറ്റ് ഹെവി അല്ലെങ്കിൽ വൺ സൈഡ് മൂവ്മെൻ്റ് ആണെങ്കിൽ വലിയ വൺ സൈഡ് മൂവ്മെൻറ്റ് കിട്ടുന്ന രീതിയിൽ മാർക്കറ്റ് പോകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനൊരു വിരോധാഭാസമുണ്ട്. ഗ്യാപ്പ് അപ്പ് അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വന്നാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. ഇന്ത്യ വിക്സ് ഇന്ന് ഓപ്പൺ ആകാൻ പോകുന്നത് 13.7 പുട്ട് കോൾ റേഷ്യോ നോക്കുകയാണെങ്കിൽ 1.12 ആണ് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ. തീർച്ചയായിട്ടും അത് ബുള്ളിഷ് മോഡാണ് സൂചിപ്പിക്കുന്നത്. കോൾ സൈഡിൽ ഹയസ്റ്റ് കോൾ വന്നിരിക്കുന്നത് 99 ലക്ഷമാണ് 25,000. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 25,000 തന്നെയാണ്, 1,02,00,000. അപ്പോൾ പുട്ട് റേറ്റിംഗ് ആണ് കൂടുതലുള്ളത്. അതേപോലെ മൊത്തത്തിലുള്ള PCR നോക്കുമ്പോൾ 1.12 വന്നിട്ടുണ്ട്. മാർക്കറ്റ് ഒരു ബുള്ളിഷ് സൈഡിലേക്ക് നീങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദെൻ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെ 64 പോയിന്റിൻ്റെ ഒരു ഗെയിനാണ് ഉണ്ടായത്. ഫിൻ നിഫ്റ്റിയിൽ 175 പോയിന്റിൻ്റെ ഒരു ഗെയിൻ ഉണ്ടായി. അത് സെൻസെക്സിൽ 103 പോയിന്റിൻ്റെ ഒരു ലോസാണ് ഇന്നലെ ഉണ്ടായത്. ദെൻ മിഡ് ക്യാപ്പിൽ 1 പോയിന്റിൻ്റെ അതായത് ഒരു ഡോജിയാണ് ഇന്നലെ വന്നിട്ടുള്ളത്. എന്തായാലും ഇത്രയൊക്കെയാണ് ന്യൂസിലുള്ളത്. ദെൻ ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി റാസ് ലെവൽസ് നമ്മളോട് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ മുകളിലായിരിക്കും ഇന്നത്തെ ഡേ ഹൈ. അതേസമയത്ത് ഇന്നലത്തെ ഡേ ലോൻ്റെ സെയിം വാല്യൂവിലായിരിക്കും ഇന്നത്തെ ഡേ ലോ എന്നാണ് പറയുന്നത്. സോ ഇന്നലെ ആഫ്റ്റർനൂൺ സെഷനിൽ മാർക്കറ്റ് ഒരു ഡൗൺഫോൾ കാഴ്ചവെച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു വാല് പിടിച്ച് വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ ഇന്നത്തെ റെസിസ്റ്റൻസ് പോയിന്റ്, ഇന്നത്തെ ഡേ ഹൈ വരാൻ സാധ്യതയുള്ളത് 51,643 ഡേ ലോ ആണെങ്കിൽ 50,915 രണ്ടിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും എന്ന് പ്രതീക്ഷിക്കാം. ഹയസ്റ്റ് സൈഡിൽ മാർക്കറ്റ് ഇന്ന് മുകളിലോട്ട് കയറി പോവുകയാണെങ്കിൽ മാക്സിമം ലെവലിൽ 50,643 വരെ ആ ഒരു സോണിൽ നല്ലൊരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ അവിടെ വരെ മാക്സിമം പോയേക്കാം. ഇനി ഒരു റെസിസ്റ്റൻസ് വരാനുള്ള മറ്റൊരു സോണാണ് ഇന്നലത്തെ യെസ്റ്റർഡേ ഹൈ 51,404 376 എന്ന ഈ ഒരു സോണിലും നല്ല രീതിയിൽ മാർക്കറ്റിൽ റിജക്ഷൻ ഉണ്ടാവും. ഇവിടെ പ്രധാനമായിട്ടും ഒന്ന് റാസ് ലെവൽസിൻ്റെ R2 ആണ്. അപ്പോൾ അത് കൊണ്ട് തന്നെ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും. ദെൻ ഇവിടെ വന്നിരിക്കുന്നത് നോ ട്രേഡ് സോണാണ്. അതായത് CPRൻ്റെ കംപ്ലീറ്റ് സോണ് നമുക്ക് നോ ട്രേഡ് സോണായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ അവിടെ 51,242 മുതൽ 171 വരെയുള്ള വാല്യൂസാണ് അവിടെ ഇത് ചെയ്യേണ്ടത്, നമുക്ക് നോ ട്രേഡ് സോണായിട്ട് എടുക്കേണ്ടത്. പിന്നെ ഒരു കട്ട സപ്പോർട്ട് വരാൻ പോകുന്നത് മാർക്കറ്റിൽ 50,894 938 എന്ന ഈ ഒരു സോണിൽ. ഇതിൻ്റെ താഴെ മാർക്കറ്റ് പോവില്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. കാരണം അത്രയും നല്ല സ്ട്രോങ് സപ്പോർട്ട് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ 4 ലെവൽസാണ്, 4 സോൺസാണ് നിങ്ങൾ ഇന്നത്തെ കെയർഫുള്ളായിട്ട് ഒന്ന് നോക്കേണ്ടത്. ഈ 4 സോൺസിൽ നോ ട്രേഡ് സോണിൽ വെച്ച് എൻട്രി എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. പിന്നെ ഇന്നത്തെ ഒരു ഓപ്പണിങ്ങിൽ അതായത് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ശരിക്കും ഒരു സിഗ്സാഗ് ഇങ്ങനെയുള്ള മൂവ്മെൻ്റ് ആണ് വരാൻ സാധ്യതയുള്ളത് മാർക്കറ്റിൽ. അതാണ് ഓപ്പണിംഗ് കാണിക്കുന്നത്. ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ മുകളിലോട്ട് പോയിട്ട് താഴോട്ടും അതേപോലെ ഇറങ്ങിപ്പോകും. വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു മാർക്കറ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.